ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. മോനെ, വിജയം എന്ന് പറഞ്ഞത് ഇവിടെ ഭൗതിക കലാലയങ്ങളിലോ ഭൗതിക നേട്ടങ്ങളിലോ അല്ല. അത് നമ്മൾ ആദ്യം ഉറപ്പിച്ചേക്കണം. ആണോ? ആണോ? അല്ല. പക്ഷെ അതൊക്കെ വെറും താൽക്കാലിക വിജയങ്ങൾ മാത്രമാണ്. ഇന്ന സഅദത ബിത്തഖ്വാ. വിജയം തഖ്വ കൊണ്ട് മാത്രമാണ്. ലാ ബിദ്ദുന്യ വലാ ബിജംഇൽ മാൽ. ദുന്യാവ് കൊണ്ടോ ദുന്യാവിലെ സുഖങ്ങളെ കൊണ്ടോ കുറേ സമ്പത്തിൻ്റെ മേളനം കൊണ്ടോ ഇതൊന്നുമല്ല യഥാർത്ഥ വിജയം. തഖ്വ അവിടെ മുഖത്തോ തലയിലോ ഒന്നുമല്ല, അത് ഹൃദയത്തിലെ ഖൽബ് നന്നാക്കണം. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ശുദ്ധ ഖൽബ് തരട്ടെ. അത് നമ്മൾ സാധാ പറയും പോലെ അത് ആലമുൽ മലക്കൂത്തിൻ്റെ ഒരു ജുസ് ആണ്. ഹൈ പവറിൽ നമുക്ക് അതിനാക്കാം. ബാക്കിയുള്ളതൊക്കെ ആലമുൽ മുൽക്കിൻ്റെ ദൃശ്യലോകത്തിൻ്റെ അംശങ്ങളിൽപ്പെട്ടതാ. മണ്ണിൽ വെച്ചാൽ മണ്ണലിഞ്ഞു പോകും. അല്ലാഹു തഖ്വ നൽകട്ടെ. നല്ലൊരു ബൈത്തുണ്ടേ, കേൾക്കി. വലസ്തു അറസ്സ ആദത ജംഅ മാലീൻ വലാകിന്ന തഖിയ ഹുവ സഈദു. മാഷാ അല്ലാഹ്, നല്ല ബൈത്ത്. വലസ്തു അറസ്സ ആദത, ഞാൻ സആദത്തിനെ അഭിപ്രായപ്പെടുന്നില്ല. എന്തായിട്ട്? വിജയത്തിനെ. ജംഅ മാലിൻ, മാലിൻ്റെ ജംആയിട്ട് സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടൽ വിജയമായി ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. നമുക്കെന്ത് വേണം? കാശ് നല്ലോണം കിട്ടണം, അല്ലേ? അത് ഹറാമായാലും കുഴപ്പമില്ല, കറാത്തായാലും കുഴപ്പമില്ല, ഖിലാഫുല്ലൗലായാലും കുഴപ്പമില്ല, എന്ത് പൈസ കിട്ടണം. അങ്ങനെ ആവരുത്. ഹിസാബിൻ്റെ ഒരു നാളുണ്ട്, നെല്ലും പതിരും വേർതിരിയുന്ന ഒരു നാള്. അല്ലാഹു തആല കാക്കട്ടെ. വലാകിന്ന തഖിയ ഹുവ സഈദു. എങ്കിലും തഖ്വയിൽ ജീവിക്കുന്നവൻ മാത്രമാണ് അസ്സഈദ്, യഥാർത്ഥ വിജയി. അല്ലാഹു യഥാർത്ഥ സുഅദാഇൻ്റെ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഫതഖ്വല്ലാഹി ഖൈറുസ്സാദി ദുഖ്റാ. എടോ, അപ്പോൾ ഫതഖ്വല്ലാഹ്, അല്ലാഹുവിനിക്കുള്ള തഖ്വ, അതായത് കൃത്യമായി ശരീഅത്തനുസരിച്ച് ജീവിക്കുക, പറഞ്ഞതൊക്കെ കേൾക്കുക, ചെയ്യുക, വേണ്ട പറഞ്ഞൊക്കെ ഒഴിവാക്കുക. ഇത് ഖൈറുസ്സാദി ദുഖ്റാ, നാളേക്കുള്ള സൂക്ഷിപ്പ് സ്വത്താൽ ഏറ്റവും വലിയ ഭക്ഷണം. ഖൈറുസ്സാദ് ഏതാണ്? തഖ്വ. വ ഇൻദല്ലാഹി ലിൽ അത്ഖാ മസിദു. അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല തഖ്വയുള്ള ആളുകൾക്ക് വർദ്ധിച്ച ഫായിദകളും പ്രതിഫലങ്ങളുമുണ്ട്. എന്ത് വേണം? നല്ലോണം പഠിക്കണം, മതം പഠിക്കണം, കൃത്യമായി മനസ്സിലാക്കണം, എന്നിട്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീൻ. നമുക്ക് തോന്നും ഇനി കുറേ കാലം ഉണ്ട് ഇപ്പം അടുത്തൊന്നും മരിക്കൂല, കുറേ വയസ്സാം കാലത്തൊക്കെ അത് മരം ഉണ്ടാവുള്ളൂ. ആര് പറഞ്ഞു? അതൊക്കെ പറഞ്ഞ് എത്ര ദൂരെയാണെങ്കിലും വരുന്ന ഉറപ്പുള്ളതൊക്കെ അടുത്ത. വമാലാ ബുദ്ധ
അയ്യത്തിയ ഖരീബുൻ വലാകിന്നല്ലദീ യംളി ബഈദു വമാലാ ബുദ്ധ യഅ്തിയ വരവ് അനിവാര്യമായത് വരുന്ന ഉറപ്പുള്ളത് ഖരീബ് അത് അടുത്ത് തന്നെയാണ്. മരണം ലാബുദ്ധ അല്ലേ അടുത്ത. വലാകിന്നല്ലദീ യംളി ബഈദു പാസ്റ്റ് മാളി കഴിഞ്ഞു പോയതാണ് ബഈദ് വരാനുള്ളതൊക്കെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് എന്താവണം? തഖ്വയാണ് പ്രധാനം. അല്ലാഹു തഖ്വയിൽ ജീവിച്ച് തഖ്വയോടുകൂടെ മരിക്കാൻ റബ്ബ് തൗഫീഖ് നൽകി.